ബാർബർ ഷോപ്പ് കൂടി അടച്ചതോടെ ആ കവലയിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചം മാത്രമായി. റേഷൻ കടയുടെ വരാന്തയിൽ കിടക്കുന്ന 2 പട്ടികളൊഴികെ അവിടെ വേറെ ആരുമില്ലെന്ന തിരിച്ചറിവിൽ അമൃതയ്ക്ക് ചെറിയൊരു പേടി തോന്നി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അവൾ ബസ് സ്റ്റോപ്പിന്റെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. ധരിച്ചിരുന്ന സാരി ഏകദേശം മുഴുവനായി നനഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് പുറപ്പെട്ട് വിഡിത്തമായി എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഇനി ഈ നേരത്ത് വാഹനങ്ങളൊന്നും കിട്ടില്ല. പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ഭാഗ്യം. തിരിച്ചു പോയാലോ എന്ന ആലോചനയ്ക്കിടെയാണ് ഒരു ഓട്ടോറിക്ഷ അവളെ കടന്നുപോയത്. കുറച്ചു മുമ്പിലായി നിന്ന ശേഷം തിരിച്ചു വന്നു. അമൃത പെട്ടെന്ന് അതിൽ കയറി. ചേട്ടാ, പോലീസ് സ്റ്റേഷൻ. ഇരുന്നയുടൻ അവൾ പറഞ്ഞു. അയാൾ ഓട്ടോ മുൻപോട്ടെടുത്തു. എന്താ ഈ നേരത്ത് പോലീസ് സ്റ്റേഷനിൽ? അയാളുടെ ചോദ്യം കേട്ടപ്പോൾ അമൃതയുടെ ശരീരം വിറച്ചു. ഈ ശബ്ദം, ഈശ്വര, കിരിയേട്ടൻ. അവൾ അറിയാതെ ചുണ്ടുകൾ മന്ത്രിച്ചു. പേര് മറന്നില്ലല്ലേ? സന്തോഷം. ആ വാക്കുകളിലെ പരിഹാസം അമൃത തിരിച്ചറിഞ്ഞു. എന്തിനാ ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നത്? അർജുൻ. അവൾ തലകുനിച്ചു. ഓ, മനസ്സിലായി. കുറച്ചൊക്കെ ഞാനും കേട്ടിരുന്നു. ഇവിടം വരെ എത്തിയല്ലേ? തള്ളി കാലൊടിച്ചിട്ട് ചോറൊടുക്കണം അവനൊക്കെ. ഒരു നിമിഷം അവൻ പഴയ ഗിരിയായതുപോലെ അമൃതയ്ക്ക് തോന്നി. എല്ലാം തോന്നലുകൾ. ഗിരി ഒരു തോർത്ത് പുറകിലേക്ക് നീട്ടി. തല കൊടുക്ക്. അമൃത മടിക്കാതെ വാങ്ങി തലയും മുഖവും തുടച്ചു. അവനെന്തോ ഒപ്പിച്ച്? അറിയില്ല, സ്റ്റേഷനിലേക്ക് വരാൻ മാത്രം പറഞ്ഞ്. നിന്റെ അച്ഛനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊന്നേനെ. അച്ഛനില്ലല്ലോ ഗിരിയേട്ടാ, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ആയത്. അവൾ ചിരിച്ചു. ഗിരിയൊന്നും മിണ്ടിയില്ല. ഗിരിയേട്ടൻ ഗൾഫിൽ നിന്ന് എപ്പോഴാണ് വന്നേ? കഴിഞ്ഞ ആഴ്ച. കുറേ ലീവുണ്ടോ? കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസിയായി ഒരുത്തനല്ല ഞാൻ. എനിക്കതിന് കുടുംബമില്ലല്ലോ. പിന്നെ 5 വർഷം മാറിയെന്ന് എല്ലാം മറക്കാനാ. പക്ഷെ അതിന് കഴിയില്ലെന്ന് മനസ്സിലായതോടെ തിരിച്ചു വന്നു. ഇനി എങ്ങോട്ടുമില്ല. കുറച്ച് നല്ല ഓർമ്മകളുണ്ട്, അത് മാത്രം മതി. തന്റെ മിഴികളിലെ നനവ് ഇരുട്ടിൽ അവൻ കാണില്ലെന്ന വിശ്വാസം അമൃതക്കുണ്ടായിരുന്നു. സുജാത ടീച്ചർ? അവൾ പാതി വഴിയിൽ നിർത്തി. ഉണ്ട്, ആ വീട്ടിൽ തന്നെ. താല്പര്യക്കുറവ് മനസ്സിലായതോടെ അമൃത കൂടുതലൊന്നും ചോദിച്ചില്ല. അരമണിക്കൂറോളം നീണ്ട യാത്രക്കൊടുവിൽ ഓട്ടോറിക്ഷ പോലീസ് സ്റ്റേഷന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. എത്രയായി ഗിരിയേട്ടാ? അവൾ ബാഗ് തുറന്നു. നീ രാത്രിയോടെ കിടക്കുവോ? അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. അല്ല, കാശെന്ന് പറഞ്ഞു വിട്ട് എങ്ങനെ തിരിച്ചു പോകും? പോലീസുകാർ വീട്ടിൽ കൊണ്ടുവിട്ടൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഗിരിയേട്ടൻ പോയിക്കോ, വെറുതെ വൈകണ്ട. എന്നെ കാത്തിരിക്കാനൊന്നും ആരുമില്ല, ഇവിടെ ഉണ്ടാവും. നിന്റെ കാര്യങ്ങൾ കിട്ടുവാ. കൂടുതൽ വാദിക്കാൻ നിൽക്കാതെ അമൃത പുറത്തിറങ്ങി നേരെ സ്റ്റേഷന്റെ അകത്തേക്ക് ചെന്നു. സ്റ്റേഷന്റെ മൂലയിലെ ബെഞ്ചിൽ അനിയൻ അർജുനും അവന്റെ 2 കൂട്ടുകാരും ഇരിക്കുന്നവൾ കണ്ടു. ഒരു പോലീസുകാരനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ അവൾ SIയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. കൂടെ ഒരു വനിതാ കോൺസ്റ്റബിളും ചെന്നു. സാറ്, ഇതാ പയ്യന്റെ ചേച്ചിയാ. പോലീസുകാരൻ പറയുന്നിട്ട് SI രഞ്ജിത്ത് തലയുയർത്തി നോക്കി. പിന്നെ അമൃത ഇവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്താ തന്റെ പേര്? അമൃത. എന്ത് ചെയ്യുന്നു? ഇവിടെ ഗീത മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സാണ്. താനെന്തിനാണോ ഈ രാത്രി വന്നത്? വീട്ടിലെ ആണുങ്ങളാരുമില്ലേ? ഇല്ല സർ, അച്ഛൻ മരിച്ചു. ഏട്ടൻ ഫാമിലിയായിട്ട് വിദേശത്താണ്. വീട്ടിൽ ഞാനും രോഗിയായിട്ടുള്ള അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. രഞ്ജിത്ത് ഒന്ന് മൂളി. എന്തിനാ സർ അവനെ? തന്റെ അനിയനും കൂട്ടുകാരും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ അടിയുണ്ടാക്കി. ഇവരുടെ കൂടെ വേറൊരുത്തരുണ്ടായിരുന്നു. അവൻ ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാ. പണ്ടൊരു കഞ്ചാവ് കേസിൽ ഞാൻ പൊക്കി അകത്തിട്ടതാ. ഇപ്പൊ വീണ്ടും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ അവന്റെ ലക്ഷ്യം. അവൻ ഇന്ന് ഒരുത്തന്റെ തലയടിച്ച് പൊട്ടിച്ചു. ബസ് ജീവനക്കാരും സ്റ്റാൻഡിലെ ചുമട്ട് തൊഴിലാളികൾ വളഞ്ഞപ്പോഴേക്കും അവൻ ഓടി. അവന് കൂടെ ഉണ്ടായിരുന്ന ഇവരെ തടഞ്ഞു വെച്ച് ഞങ്ങൾ വിവരം അറിയിക്കായിരുന്നു. അമൃത നിർവികാരതയോടെ കേട്ടിരിക്കുകയാണ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് സാധനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ ചെക്കൻ തർക്കുത്തരം പറയുന്നു. കൈവീശ്വരണം കൊടുത്താൽ വകുപ്പ് മാറും. അതുകൊണ്ടാണ് വീട്ടുകാരെ വിളിപ്പിക്കാന്ന് വെച്ച്. ഒരെണ്ണം കൊടുത്തുകൂടായിരുന്നു സാറിന്? അമൃതയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, +2 പഠിക്കുന്നത്. അത്യാവശ്യം പക്വത വരാനുള്ള പ്രായമൊക്കെ ആയി. ഇത്രയും ലേറ്റ് ആയിട്ട് അവൻ വീട്ടിലെത്തായിരുന്നിട്ടും നിങ്ങൾ ആരെയും വിളിച്ച് അന്വേഷിച്ചില്ലേ? കൂട്ടുകാരൻ്റെ പിറന്നാൾ ആഘോഷമാണ്. ഇന്ന് രാത്രി അവൻ്റെ വീട്ടിൽ താമസിക്കുന്ന അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങിയതാ സർ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ. ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. സി അമൃത, നമ്മുടെ നാട് വളരെ മോശമായുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എങ്ങും കഞ്ചാവും മയക്കുമരുന്ന് ഒഴുകുക. കൂടുതലും ഉപയോഗിക്കുന്ന ചെറിയ പിള്ളേരാ. പോലീസിനും എക്സൈസിനൊക്കെ ഇത് തടയുന്നതിന് പരിധികളുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അർജുൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് കൂട്ടുകെട്ടുകൾ മോശമാണ്. തന്റെ ഫാമിലി സിറ്റുവേഷൻ എനിക്ക് ഊഹിക്കാം. അവന്റെ കൂടെയുള്ള 2 എണ്ണം അത്യാവശ്യം നല്ല കുടുംബത്തിലുള്ളവരാ. അവർക്ക് വേണ്ടി മുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ബാക്കിയുള്ളവർ നൈസായിട്ട് രക്ഷപ്പെടും. അർജുനെ പോലുള്ളവരാ കുടുങ്ങുക.